ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മുടെ ടൈലറിങ് ക്ലാസ് നമ്പർ 48 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻവിസിബിൾ പൈപ്പിംഗ് എങ്ങനെ ഒരു കുർത്തിയിൽ ചെയ്യാം, നെക്കിൽ ചെയ്യാം, സ്ലീവിൽ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങും കൂടി വെച്ചിട്ടുണ്ട്. ഷോൾഡർ 7 അളവ്. ലൈനിങ് ഇല്ലെങ്കിൽ നെക്കിൻ്റെ പീസ് തുണി കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, 5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ലൈനിങ്ങും കൂടി ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പീസിലാണ് നമ്മൾ ഇൻവിസിബിൾ പൈപ്പിംഗ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലിപ്പോൾ ലൈനിങ് ഇല്ലെങ്കിൽ നെക്കിന് വേണ്ടി ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, 10 ഇഞ്ച് നീളം 10 ഇഞ്ച് വീതിയുള്ള 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയെടുത്ത് നടുവേ മടക്കി ഈ കുർത്തിയുടെ അടിയിൽ നമ്മൾ ഇപ്പം മടക്കിയ പോലെ മടക്കി വെച്ച് നെക്ക് മാർക്ക് ചെയ്താൽ മതി. ലൈനിങ് വേണം നിർബന്ധമില്ല കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ലൈനിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ. 10 ഇഞ്ച് നീളം 10 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയെടുത്ത് നടുവേ മടക്കിയിട്ട് ലൈനിങ് ഇല്ലാത്തവർക്ക് ഇതുപോലെ വെച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ചുറ്റളവ് എത്രയാണെന്ന് നോക്കാം. നെക്കിൻ്റെ പൈപ്പിംഗ് കട്ട് ചെയ്യാനായിട്ട് 15 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 15 ഇഞ്ച് നീളമുള്ള ക്രോസ് പീസും കട്ട് ചെയ്തെടുക്കണം. പൈപ്പിംഗ് ത്രെഡും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് വന്നത് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുന്നത് നമ്മളൊരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടിങ് ടൈലറിങ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ക്രോസ് പീസ്, സ്ട്രൈറ്റ് പീസ് എന്നുള്ളത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിക്ക് ഒരു ക്രോസ് പീസ്. അപ്പോൾ 15 ഇഞ്ച് നീളത്തിൽ, ഇപ്പോൾ പൈപ്പിങ്ങിൻ്റെ നീളം അതാണല്ലോ. അപ്പോൾ അതേ 15 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുമുള്ള ഒരു നമുക്ക് പൈപ്പിങ്ങിന് കോൺട്രാസ്റ്റ് കളറുള്ള ഒരു തുണി കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൈപ്പിംഗ് ഇപ്പോൾ നെക്കിലായതുകൊണ്ട് നമുക്കിത് ക്രോസ് പീസിൽ ചെയ്യണം കേട്ടോ. ഈ പൈപ്പിങ്ങിന് ഈ ഫൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ടേബിൾ ടോപ്പ് മെഷീൻ ആയതുകൊണ്ടാണ്. ഇത് പൈപ്പിംഗ് ത്രെഡ് 15 ഇഞ്ച്. ഇങ്ങനെ 15 ഇഞ്ച് കിട്ടിയതാണ്. കഴുത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ടേപ്പ് വെച്ച് അളവ് നോക്കിയപ്പോൾ 15 ഇഞ്ച് വന്നു. എന്നിട്ട് നമ്മളുടെ ക്രോസ് പീസിൻ്റെ സെൻറ്ററിൽ പൈപ്പിംഗ് വെച്ചിട്ട് ഇങ്ങനെ നടുവേ മടക്കിയിട്ട് ആ പൈപ്പിങ്ങിനോട് ചേർന്ന് നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. കണ്ടോ, മാക്സിമം ചേർത്തിട്ട് പൈപ്പിംഗ് ത്രെഡിൻ്റെ മേലെ സ്റ്റിച്ച് കൊള്ളരുത്. അപ്പോൾ ഇതുപോലത്തെ പൈപ്പിംഗ് ഫുട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങളിതിൻ്റെ ഫിനിഷിങ് നോക്കിയിട്ട് ഒരു കമൻറ്റെങ്കിലും ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം, പക്ഷേ ടൈലറിങ് ക്ലാസ് ആണല്ലോ. ഇനി നമ്മൾ ചെയ്ത ശേഷം കുർത്തിയുടെ നല്ല വശത്ത് നെക്കിൻ്റെ മേലെ വെച്ചിട്ട് വീണ്ടും നമ്മൾ നേരത്തെ അടിച്ചില്ലേ ആ ഭാഗത്ത് തന്നെ തയ്ക്കാം. ഇപ്പം നമ്മൾ ആദ്യം ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ പൈപ്പിങ്ങിൻ്റെ നൂല് ഉള്ളിൽ വെച്ചിട്ട് അടിച്ചല്ലോ. അതിൻ്റെ മേലെ തന്നെ നമ്മൾ അത് നേരെടുത്ത് കുർത്തിയുടെ മേലെ വെച്ചിട്ട് വീണ്ടും സെയിം ഭാഗത്ത് നെക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ അതേ തയ്യലിൻ്റെ മേലെ തന്നെ ഒന്നുകൂടി തയ്ച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ലൈനിങ് പീസ് കൂടി ഇതിൻ്റെ മേലെ വെച്ചിട്ട് അടിച്ചു മറിക്കാം. കംഫർട്ടബിളായിട്ട് ഒരു ഇടക്കാലത്ത് കൂടുതലും പൈപ്പിംഗ് നെക്കുകളായിരുന്നു. ഈ നമ്മുടെ ആരി വർക്ക് വരുന്നതിന് മുന്നേയൊക്കെ പൈപ്പിങ്ങിൽ നെക്കാണ് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പൊക്കെയാണ് ആരി വർക്ക് ഉള്ളത്. എന്നിരുന്നാലും പറഞ്ഞാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ലൈനിങ് മെറ്റീരിയൽ വെക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ലൈനിങ്ങിന് നമ്മൾ നെക്ക് കട്ട് ചെയ്തല്ലോ അടിവശത്ത് വെച്ചിട്ട്. അപ്പോൾ ലൈനിങ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു 10 ഇഞ്ച് നീളവും വീതിയുള്ള തുണി കൂടി അടി വെച്ച് മടക്കി നെക്ക് കട്ട് ചെയ്തെടുത്തല്ലോ. ആ തുണി ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ നേരത്തെ അടിച്ച നെക്കിൻ്റെ മേലെ തന്നെ വീണ്ടും നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചു കൊടുക്കാം. ഇൻവിസിബിൾ പൈപ്പിംഗ് ആണ്. ഒരു കാലത്ത് ഭയങ്കര ഒരു ട്രെൻഡായിരുന്നു. ഒരു 8 വർഷം മുന്നേയൊക്കെ നല്ല ട്രെൻഡായിട്ടുള്ള ഒരു നെക്കാണിത്. അപ്പോൾ ടൈലറിങ് ക്ലാസ് നമ്പർ 48 ആണത്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ നെക്ക് ഇത്രയൊക്കെ ക്ലാസ്സുകൾ വന്നപ്പോൾ നമുക്ക് ഈ നെക്കിൻ്റെ ഡിസൈനുകൾ ചെയ്യാൻ അറിയണം, സ്ലീവ് ഡിസൈൻസ് ചെയ്യാൻ അറിയണം, അല്ലേ, ഓൾട്ടറേഷൻ ചെയ്യാൻ അറിയണം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പം ഇത് നെക്ക് നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ബ്ലൗസിൽ ചെയ്യാം, കുർത്തിയിൽ ചെയ്യാം, ഒക്കെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാവുന്നതാണ്. സ്ലീവിൽ നമുക്ക് ചെയ്യാം. നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ കോൺട്രാസ്റ്റ് കളർ തുണിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നോക്കിയാൽ ഇത് ഇങ്ങനെ നല്ല വശത്ത് ലൈനിങ് നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് ആ നെക്കിൻ്റെ ഭാഗത്ത് ചുറ്റും ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി കണ്ടോളൂ. ഇനി നമുക്ക് ആ ഒരു തയ്യലിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ തയ്ച്ചല്ലോ, ആ തയ്യലിൽ തട്ടാതെ ഫുള്ളായിട്ട് ആ തയ്യൽ തുമ്പിൽ മാത്രം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കി എന്താ ചെയ്യുന്നത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ടൊരു നെക്ക് ഡിസൈനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചിലർ പറയും വളരെ സിമ്പിളായിട്ട് നെക്ക് ഡിസൈൻ മതി എന്ന് പറയുന്നവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ലൈനിങ്ങിന് നേരെ ഉള്ളിലോട്ട് തിരിച്ച് വെച്ച ശേഷം നമ്മൾ പതിച്ചടിച്ച് കൊടുക്കരുത്. പതിച്ചടിച്ച് കൊടുത്താൽ അതിൻ്റെ ഭംഗി പോവും. ഓക്കെ, ഇതെങ്ങനെ വെച്ച ശേഷം കറക്റ്റ് ലൈനിങ് ഉള്ളിലാക്കിയിട്ട് അയൺ ബോക്സ് എടുത്ത് നന്നായി ഒന്ന് അയൺ ചെയ്യാൻ വേണ്ട. പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പതിച്ചടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല.
കണ്ടോ അതിങ്ങനെ ആക്കിയിട്ട് നമ്മുടെ നെക്കിൻ്റെ തുണി ഉള്ളിലോട്ട് അങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവിസിബിൾ പൈപ്പിംഗ് വെച്ചുള്ള നെക്ക് റെഡിയായി. സ്ലീവിൽ സെയിം തന്നെ നമുക്ക് ചെയ്യാം. സ്ലീവിൻ്റെ തുമ്പത്ത് വെച്ചിട്ട് ലൈനിങ് ഇട്ട് ഉള്ളിലോട്ട് മറിച്ചിടുമ്പോൾ സ്ലീവിലും ഇൻവിസിബിൾ പൈപ്പിംഗ് നമുക്ക് കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. ഇതാകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ബിഗിനേഴ്സിനെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. കണ്ടോ അതെ നോക്കിക്കിപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കണ്ടോ, നമ്മൾ തയ്ച്ചു പോലും ഇല്ല. ഉൾവശത്തും നല്ല വശത്തും കണ്ടോ ഒരു തയ്യൽ പോലും ഇല്ല, പുറത്ത് കാണാത്ത രീതിയിൽ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കണം. ഈ ടൈലറിംഗ് ക്ലാസ് നമ്പർ 48 ഇഷ്ടമെന്ന് എല്ലാവർക്കും വിചാരിക്കണം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുകളായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. ഡെയിലി ക്ലാസ്സിൽ ഇടാനായിട്ട് സുഖമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, മാക്സിമം ഞാൻ അടുപ്പിച്ച് ക്ലാസ് ഇട്ട് തരാം. താങ്ക്